ലോക്ക്ഡൗണിൻ്റെ സമയമായതിനെക്കൊണ്ട് ഇത് ഗ്യാസ് ഇങ്ങനെ പ്രശ്നം വന്നപ്പോൾ ഞാൻ തന്നെ ഒന്ന് ശരിയാക്കി നോക്കിയതാണ്. അപ്പം ഇത് സക്സസ് ആയപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻസൊക്കെ അറിയിക്കാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആദ്യം ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ ഞാൻ ഇതേപോലെ ഈ ബർണറൊക്കെ എടുത്തിട്ട് എല്ലാവരും ചെയ്യണ പോലെ കുറേ സോപ്പ് വെള്ളത്തിലൊക്കെ മുക്കി പുളിവെള്ളത്തിലൊക്കെ മുക്കി കഴുകിയൊക്കെ നോക്കി. എന്നിട്ടും ഇതായി റൈറ്റ് സൈഡിലെ ബർണർ തീരെ ഹൈ സ്പീഡിലിട്ടിട്ടും ഭയങ്കര സ്ലോ ആയിട്ടാണ് കത്തുന്നത്. അപ്പോൾ അതാ ഇതേപോലത്തെ ഒരു ഇലക്ട്രിക്കൽ വയർ എടുക്കുക, ആവശ്യമില്ലാത്തത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറേ കോപ്പറിൻ്റെ വയറുണ്ടാവും. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു ഇൻസുലേഷൻ ഉണ്ടാവും. ആ ഇൻസുലേഷൻ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ ഉള്ളിൽ കോപ്പറിൻ്റെ കുറേ ചെറിയ ചെറിയ കമ്പികളുണ്ടാവും. ഇതിലൊരൊറ്റ കമ്പി മതി നമുക്കിത് റിപ്പയർ ചെയ്യാൻ. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. ഇനി ആദ്യം ഈ സ്റ്റൗ ഒന്ന് ഓഫാക്കി കൊടുക്കുക. എന്നിട്ട് ഗ്യാസ് ഒന്ന് അടിയിൽ നിന്ന് പൂട്ടുന്നുണ്ട്. എന്നിട്ട് സ്റ്റൗ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ അതാ ഈ ബർണറിൻ്റെ താഴെ ഇതേപോലെ ഇങ്ങനെ ഒരു വലിയ പൈപ്പ് കാണാം. അതിലേക്ക് വരുന്ന ഒരു ചെറിയ പൈപ്പും കാണാം. ഈ ചെറിയ പൈപ്പിൽ കൂടെയാണ് ഗ്യാസ് വരുന്നത്. എന്നിട്ട് പിന്നെ അവിടെ ഒരു നോബ് കൂടെ ഉണ്ടാവും. നോബിന് ചെറിയൊരു ഹോളും ഉണ്ടാവും. ആ ഹോളിൽ കൂടെ ഗ്യാസ് വന്നിട്ട് ഈ ഹോൾ എന്താ വെച്ചാൽ പുറത്തുനിന്നുള്ള ഓക്സിജനുമായിട്ട് ഈ ഗ്യാസ് മിക്സ് ചെയ്തിട്ട് പിന്നെയാണ് ഇത് ബർണറിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നോക്കിയാൽ ഒരു ചെറിയൊരു നോബ് ഉണ്ടാവും. അപ്പോൾ അത് ഞാൻ ഫോക്കസ് ചെയ്യുന്ന കാരണമാണ് നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റാത്തത്. അപ്പം മിക്കവാറും ഗ്യാസിൻ്റെയും അവിടെ തന്നെ ആയിരിക്കും ആ നോബ് ഉണ്ടാവുക. അതിൻ്റെ സെൻറ്ററത്തെ ഹോളിലേക്ക് നമ്മൾ ഈ കോപ്പറിൻ്റെ വയർ വെച്ചിട്ട് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരു 3-4 പ്രാവശ്യം നല്ലോണം ക്ലീൻ ചെയ്യുക. കാരണം അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പൊടിയോ കാര്യങ്ങളൊക്കെ അടിഞ്ഞ് കിടക്കുമ്പോഴാണ് ഈ ഗ്യാസ് കുറച്ചായിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത്. അപ്പോൾ അത് ഇങ്ങനെ മേലോട്ടും താഴോട്ടൊക്കെ ആക്കി അതിൻ്റെ പൊടികളൊക്കെ ഒന്ന് പുറത്തേക്ക് ആക്കുക. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ ശരിയായിട്ടുണ്ടാവും. ഇനി വേണമെങ്കിൽ ഒരു ബ്രഷ് വെച്ചിട്ട് ഇവിടെ സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണമെങ്കിൽ കൊടുക്കുക. എന്നിട്ട് ഞാൻ ഇതൊന്ന് നേരത്തെ തന്നെ ആക്കാൻ പോവാണ്. എന്നിട്ട് ബർണറൊക്കെ ഒന്ന് ഓണാക്കി ഗ്യാസ് ഒന്ന് കത്തിച്ച് വെക്കാം. അപ്പോൾ അതാ അത്യാവശ്യം നല്ല ഫ്ലെയിമിൽ തന്നെ കത്തുന്നുണ്ട്. അപ്പം ഇതേപോലെ ചെറിയ ചെറിയ പ്രശ്നം വരുമ്പോഴൊന്നും റിപ്പയർ ചെയ്യാൻ കൊടുത്തിട്ട് പൈസ കളയേണ്ട ആവശ്യമില്ല. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻസൊക്കെ അറിയിക്കാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ യൂസ്ഫുൾ ആവുമെന്ന് തോന്നിയാൽ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.